ദ ഇന്ത്യൻ റിലീഫ് ആക്ട് ഒന്നാമത്തെ ദക്ഷിണാഫ്രിക്കൻ നിയമസഭ ഇന്ത്യക്കാരുടെ പരാതികളിലൂടെ തടവുകാരെ വിടുവിക്കാൻ തീരുമാനിച്ചു. 1914 ഏതു മാസമായിരുന്നു ഇത്? ഉത്തരം ജൂൺ. ദക്ഷിണാഫ്രിക്കയിലെ സമര പരിപാടിയുടെ പര്യവസാന ശേഷം ഗാന്ധിജി ഇംഗ്ലണ്ട് വഴി ഇന്ത്യയിലേക്ക് കപ്പൽ കയറി. സഹയാത്രികർ ആരൊക്കെയായിരുന്നു? ഉത്തരം എച്ച്. കല്ലൻബാക്ക് കസ്തൂർബ. ജർമ്മൻകാരനായിരുന്ന കല്ലൻബക്കും ഗാന്ധിജിയും സുഹൃത്തുക്കളായത് എവിടെ വെച്ചാണ്? ഉത്തരം ദക്ഷിണാഫ്രിക്ക. ഗാന്ധിജി മൂന്നാമതായി ദക്ഷിണാഫ്രിക്കയിൽ പോയ വർഷം? ഉത്തരം 1902 നവംബർ 20. മൂന്നാം തവണ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെത്തിയപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന പ്രമുഖ വ്യക്തി ആരാണ്? ഉത്തരം മകൻലാൽ ഗാന്ധി. ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം എന്തിനു വേണ്ടിയായിരുന്നു? ഉത്തരം ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിനെതിരെ. ഗാന്ധിജി സഹന സമര മുന്നണി രൂപീകരിച്ച വർഷം? ഉത്തരം 1906. ദക്ഷിണാഫ്രിക്കയിലെ ഏത് നിയമവുമായി ബന്ധപ്പെട്ട പ്രതിരോധ സമരത്തിലാണ് പിന്നീട് സത്യാഗ്രഹം എന്ന പേരിൽ പ്രശസ്തമായ തന്റെ സമരരീതി ഗാന്ധിജി ആദ്യമായി പ്രയോഗിച്ചത്? ഉത്തരം ഏഷ്യാറ്റിക് നിയമ ഭേദഗതി. ഗാന്ധിജിക്ക് ട്രാൻസ്വാളിൽ പ്രവേശിക്കാനുള്ള പെർമിറ്റ് ഉണ്ടായിരുന്നിട്ടും ആരാണ് ഗാന്ധിജിയുടെ പെർമിറ്റിനെ തള്ളിക്കളഞ്ഞത്? ഉത്തരം ഏഷ്യാറ്റിക് ഡിപ്പാർട്ട്മെന്റ്. ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ ആദ്യത്തെ ഗുണഭോക്താവ് ആരായിരിക്കണം? ഉത്തരം സമൂഹത്തിലെ ഏറ്റവും ദുർബലൻ. സത്യാഗ്രഹ സമരങ്ങൾക്ക് കൂടുതൽ സമയം കണ്ടെത്താനായി ഗാന്ധിജി തന്റെ വക്കീൽ പ്രാക്ടീസ് ഉപേക്ഷിച്ചത് ഏതു വർഷമാണ്? ഉത്തരം 1910. ഗാന്ധിജി പ്രാക്ടീസ് അവസാനിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വാർഷിക വരുമാനം? ഉത്തരം 5000 മുതൽ 6000 പൗണ്ട്. ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കൻ ജീവിതത്തിൽ ക്രൈസ്തവ മിത്രങ്ങളിൽ കുടുംബാംഗത്തെ പോലെ ബന്ധപ്പെട്ടിരിക്കുന്ന ദക്ഷിണാഫ്രിക്കയിലെ ജനറൽ മിഷന്റെ തലവനായ വ്യക്തി? ഉത്തരം സ്പെൻസർ വാൾട്ടൺ. ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനം അവസാനിപ്പിച്ച് ഇന്ത്യൻ റിലീഫ് ആക്ട് നിലവിൽ വന്നത് എന്നായിരുന്നു? ഉത്തരം 1914 ജൂലൈ 1. ഇന്ത്യൻ റിലീഫ് ആക്ട് നിലവിൽ വന്ന വർഷം? ഉത്തരം 1914 ജൂലൈ 1. ഗാന്ധിജി 1914 ദക്ഷിണാഫ്രിക്കയിലെ ജീവിതം അവസാനിപ്പിച്ച് എങ്ങോട്ടാണ് പോയത്? ഉത്തരം ഇംഗ്ലണ്ടിലേക്ക്. ഗാന്ധിജി ഇന്ത്യയിലേക്ക് മടങ്ങുന്നതുവരെ ട്രാൻസ്വാൾ ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷനിൽ വഹിച്ചിരുന്ന പദവി? ഉത്തരം ഓണററി സെക്രട്ടറി, ലീഗൽ അഡ്വൈസർ. ഗാന്ധിജി ഏത് ഇന്ത്യൻ മാസികയിലാണ് ആദ്യമായി ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങളെപ്പറ്റി എഴുതിയത്? ഉത്തരം ദ പയനിയർ. ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജിയെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും വിളിച്ചിരുന്ന പേര്? ഉത്തരം ഫായ്. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഗാന്ധിജി മടക്കയാത്ര നടത്തിയ കപ്പൽ? ഉത്തരം SS പഗോള എന്ന യാത്രാ കപ്പൽ. വിൽപ്പനയ്ക്ക് വെച്ചതിനെ തുടർന്ന് വാർത്താ പ്രാധാന്യം നേടിയ ഗാന്ധിജിയുടെ ജോഹന്നാസ്ബർഗിലെ വീട് ഏതാണ്? ഉത്തരം ദി ക്രാൽ. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഗാന്ധിജിക്ക് പാരിതോഷികമായി ലഭിച്ച വിലപ്പെട്ട സമ്മാനങ്ങളും സ്വർണ്ണാഭരണങ്ങളും എന്താണ് ചെയ്തത്? ഉത്തരം പൊതു ട്രസ്റ്റ് ഉണ്ടാക്കി നിക്ഷേപിച്ചു. എത്ര വർഷമാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ചിലവഴിച്ചത്? ഉത്തരം 21 വർഷം. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തിയ ദിനം ഏത് ദിവസമായിട്ടാണ് ആചരിക്കുന്നത്? ഉത്തരം പ്രവാസി ദിനം. പ്രവാസി ദിനം എന്നാണ്? ഉത്തരം ജനുവരി 9. ഭാരതത്തിലെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുവാൻ ഗാന്ധിജി ഏത് വർഷമാണ് ഇന്ത്യയിൽ എത്തിയത്? ഉത്തരം 1901. ഏത് വർഷമാണ് ഗാന്ധിജി ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്തത്? ഉത്തരം 1901. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയ വർഷം?
ഉത്തരം 1915 ജനുവരി 9. ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം എവിടെ വെച്ചായിരുന്നു? ഉത്തരം കൊൽക്കത്തയിൽ. കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ജോലി എന്തായിരുന്നു? ഉത്തരം കത്തുകൾക്ക് മറുപടി അയക്കൽ. കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളന സമയത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം സർ ഫിറോസ് ഷാ മേത്ത. ആരുടെ ശുപാർശ പ്രകാരമാണ് ഗാന്ധിജി കൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ചത്? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെയുടെ. ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനത്തിൽ ഗാന്ധിജി അവതരിപ്പിച്ച പ്രമേയം എന്തായിരുന്നു? ഉത്തരം ദക്ഷിണാഫ്രിക്കയെ പറ്റിയുള്ള പ്രമേയം. ഗാന്ധിജി ഇന്ത്യയിൽ സ്ഥാപിച്ച സംഘടനകളും സ്ഥാപനങ്ങളും ഏതെല്ലാമായിരുന്നു? ഉത്തരം സത്യാഗ്രഹ ആശ്രമം അഥവാ സബർമതി ആശ്രമം, നവജീവൻ പ്രകാശൻ മന്ദിർ, ഓൾ ഇന്ത്യ സ്പിന്നേഴ്സ് അസോസിയേഷൻ, ഹരിജൻ സേവക് സംഘ്, വാർത്താ ആശ്രമം, മകൻവാദി സംഗ്രഹാലയ സമിതി. ഇന്ത്യയിലെത്തിയ ഗാന്ധിജി ആദ്യമായി ആശ്രമം തുടങ്ങിയത് എവിടെയായിരുന്നു? ഉത്തരം അഹമ്മദാബാദിലെ കോച്ചിറബിൽ. ഏത് വർഷമാണ് ഗാന്ധിജി സത്യാഗ്രഹ ആശ്രമം ആരംഭിച്ചത്? ഉത്തരം 1915. ഗാന്ധിജിക്ക് ആശ്രമം നടത്തിപ്പിന് വേണ്ടി സൗജന്യമായി സ്ഥലം നൽകിയ വ്യക്തി ആരായിരുന്നു? ഉത്തരം ജീവൻലാൽ ദേശായി എന്ന വക്കീൽ. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ ആശ്രമത്തിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? ഉത്തരം 26. കോച്ചിറബിലും പരിസര പ്രദേശങ്ങളിലും പ്ലേഗ് രോഗം പടർന്നു പിടിച്ചതിനെ തുടർന്ന് സത്യാഗ്രഹ ആശ്രമം എവിടേക്കാണ് മാറ്റിയത്? ഉത്തരം സബർമതി നദിയുടെ തീരത്തേക്ക്. ഗാന്ധിജി ഏതു കുഷ്ഠരോഗിയാണ് ആശ്രമത്തിൽ ശുശ്രൂഷിച്ചത്? ഉത്തരം പർച്ചു ശാസ്ത്രി. ഗുജറാത്തിലെ സബർമതിയിൽ ഗാന്ധിജി ആശ്രമം സ്ഥാപിച്ച വർഷം? ഉത്തരം 1917. സത്യാഗ്രഹ ആശ്രമം നദീതീരത്തേക്ക് മാറ്റിയപ്പോൾ പിന്നീട് അറിയപ്പെട്ടിരുന്ന പേര്? ഉത്തരം സബർമതി ആശ്രമം. സബർമതി ആശ്രമത്തിൽ ഗാന്ധിജിയുടെ റെസിഡന്റ് മെഡിക്കൽ ഓഫീസർ ആരായിരുന്നു? ഉത്തരം ഡോക്ടർ സുശീല നയ്യാർ. സബർമതി ആശ്രമത്തിലെ പ്രവർത്തനം എന്തായിരുന്നു? ഉത്തരം നെയ്ത്ത്. ഗാന്ധിജി നവജീവൻ പ്രകാശൻ മന്ദിർ സ്ഥാപിച്ചത് എപ്പോഴായിരുന്നു? ഉത്തരം 1915. ഗ്രാമസ്വരാജ് എന്ന ആശയം കൊണ്ടുവന്നത് ആരാണ്? ഉത്തരം ഗാന്ധിജി. ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും ആദ്യമായി കണ്ടത് എപ്പോഴായിരുന്നു? ഉത്തരം 1916 ഡിസംബർ 26. എവിടെ വെച്ചായിരുന്നു ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും കണ്ടത്? ഉത്തരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ലക്നൗ സമ്മേളനത്തിൽ വെച്ച്. ജവഹർലാൽ നെഹ്റുവിന്റെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു? ഉത്തരം ഗാന്ധിജി. ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ പൊതുയോഗത്തിൽ പ്രസംഗിച്ചത് എവിടെയായിരുന്നു? ഉത്തരം ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ. ഗാന്ധിജി ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തത് ഏത് വർഷമാണ്? ഉത്തരം 1916 ഫെബ്രുവരി 4. ഗാന്ധിജിയുടെ ഭാരതയാത്രാ പര്യടനം എവിടെ മുതൽ എവിടെ വരെയായിരുന്നു? ഉത്തരം കൽക്കത്തയിൽ നിന്നും രാജ്കോട്ടിലേക്ക്. ഭാരതയാത്രാ സമയത്ത് ഗാന്ധിജി തീവണ്ടിയിൽ എത്രാം ക്ലാസ് യാത്രക്കാരനായിരുന്നു? ഉത്തരം 3ാം ക്ലാസ്. ഗാന്ധിജി നടത്തിയിരുന്ന പത്രങ്ങൾ ഏതൊക്കെയായിരുന്നു? ഉത്തരം ഇന്ത്യൻ ഒപ്പീനിയൻ, യങ് ഇന്ത്യ, നവജീവൻ, ഹരിജൻ. ഗാന്ധിജി ഇന്ത്യയിൽ ആരംഭിച്ച ആദ്യ പത്രം ഏതായിരുന്നു? ഉത്തരം യങ് ഇന്ത്യ. യങ് ഇന്ത്യ പത്രം ആരംഭിച്ച വർഷം? ഉത്തരം 1919 മെയ് 7. ഏത് ആശയവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി യങ് ഇന്ത്യ പത്രം ആരംഭിച്ചത്? ഉത്തരം ഗ്രാമവികസനം.
ഏത് പ്രസിദ്ധീകരണത്തിലെ ലേഖനങ്ങളുടെ പേരിലാണ് ഗാന്ധിജിയെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ശിക്ഷിച്ചത്? ഉത്തരം യങ് ഇന്ത്യ പത്രത്തിൽ ലേഖനം എഴുതിയതിന്. ബ്രിട്ടീഷ് സർക്കാർ ഗാന്ധിജിയെ രാജ്യദ്രോഹ കുറ്റത്തിന് അറസ്റ്റ് ചെയ്തത് എവിടെ വെച്ചായിരുന്നു? ഉത്തരം അഹമ്മദാബാദ്.